ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു തീമാട്ടോ. ഞാനിങ്ങനെ കുറേ ഷോർട്സും റീൽസും ഒക്കെ കാണലുണ്ട് ഈ ഒരു തീമിൽ. പക്ഷേ എനിക്ക് ഇതുവരെ ഈ ഒരു തീം കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ ആയിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു തീമേനു. അപ്പോൾ ഈ ഒരു തീം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ മാഷ ആൻഡ് ദി ബിയർ ആട്ടോ. ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു തീമാണെങ്കിലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാലും എനിക്കിത് ഇതുവരെ കിട്ടാത്ത ഒരു തീമേനു കേട്ടോ. എന്തായാലും കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആ ഒരു ഭംഗി കേക്കിന് വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞുതരണേ. അപ്പോൾ കേക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കേക്ക് ഈ ഒരു തീമിനോട് നല്ല മാച്ചായിട്ടുള്ള കളർ തന്നെയായിരുന്നു. അതുകൊണ്ട് ആണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതേ താഴെ നമ്മൾ ഈ ഒരു കളറും മുകളിൽ വൈറ്റും വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു കളറിൻ്റെ എക്സാക്റ്റ് പേര് എനിക്ക് അറിയില്ല. അവരെനിക്ക് കളർ അയച്ചു തന്നു, അതുപോലെ ചെയ്യാനാണ് പറഞ്ഞത്. ഞാനൊരു 5-6 കളേഴ്സ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു കളറിൽ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡാർക്ക് കളർ കിട്ടും വേണം, ഒരുപാട് കളറും യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ക്രീം മെൽറ്റായി പോവുകയോ ചെയ്യുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1.5 kg നമ്മൾ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താഴത്തെ ലെയർ 1 kg, മുകളിലത്തെ ലെയർ 1/2 kg ആക്കിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴത്തെ ടിന്ന് നമ്മൾ 8 ഇഞ്ചിലും മുകളിലത്തത് 5.5 ഇഞ്ച് ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡർ തന്ന ആളുടെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേക്കും ഞാനായിരുന്നു കേട്ടോ കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു വലിയ കേക്കായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈം 4 ടയർ കേക്ക് ചെയ്തതായിരുന്നു. ആ കുട്ടീൻ്റെ ബർത്ത്ഡേക്കായിരുന്നു കേട്ടോ ചെയ്തത്. അതും അത്യാവശ്യം നല്ലൊരു കേക്കായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ലുക്ക് ഞാൻ ഇതിൽ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇപ്പോഴത്തെ കേക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇത് നമ്മൾ താഴത്തെ ടയറിൽ സ്ട്രോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പേപ്പർ സ്ട്രോ ആട്ടോ ഞാൻ യൂസ് ചെയ്തത്. 2 ടയർ നല്ല വെയിറ്റുള്ള കേക്കൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രോ ആണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. പിന്നെ ആണെങ്കിൽ ഇത് അധികം ട്രാവൽ ചെയ്യാനൊന്നുമില്ല, അടുത്തേക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. എത്ര ചെറിയ കേക്കാണെങ്കിലും എത്ര എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാലും നമുക്ക് 2 ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അല്ലേ. എത്ര വർഷമായിട്ട് ചെയ്താലും ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ടെൻഷൻ അധികമാണ്. അപ്പോൾ ഇത് നമ്മൾ കേക്ക് ഒരു വിധത്തിൽ സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കുത്തിയിട്ടുള്ള സ്ട്രോ ഉള്ളിലേക്ക് കുത്തി തിരികാനുള്ള തത്രപ്പാടാണ്. അപ്പോഴാണ് മനസ്സിലായത് സ്ട്രോ വലുതാണ്. അപ്പം നമ്മൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം കയ്യെ കേക്കിൽ എവിടെയും തട്ടാതെ ഉള്ളിലേക്കാക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ആ സ്റ്റാക്ക് ചെയ്ത ഭാഗത്ത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് സ്ക്രൈപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതേ മാഷ ആൻഡ് ദി ബിയറിലേക്ക് വേണ്ടിയ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു ലാഡറൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത് എവിടേക്കും സെറ്റ് ആവാത്തതുകൊണ്ട് ബാക്കി പ്രിൻ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുകളിലത്തെ ലെയറിൽ മാഷയും അതിൻ്റെ അടിയത്തെ ലെയറിൽ ബിയറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ അവരുടെ ആ ഒരു ഹൗസ് പോലത്തെ, ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ തീം കാണുന്നത്. ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കറക്റ്റ് ചെയ്ത് തരണം കേട്ടോ. നമ്മൾ എന്ത് തീം വന്നാലും കസ്റ്റമറിനോട് അറിയാമെന്ന് പറയും, എന്നിട്ട് പിൻട്രസ്റ്റ് പോയി തപ്പി പിടിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എനിക്ക് പൊതുവേ ഒരുപാട് ഈ കേക്കിൻ്റെ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഓൾമോസ്റ്റ് കാർട്ടൂൺസൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. എന്തായാലും വെറൈറ്റി സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും അത് ഒഴിവാക്കലില്ല. മാക്സിമം നല്ലപോലെ ചെയ്ത് കൊടുക്കാനാട്ടോ നോക്കൽ. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നും ഞാൻ ഈ പറയുന്ന ഹൈപ്പിനുള്ള സാധനം ഉണ്ടോയെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.